ഇന്നലെയായിരുന്നു മൃദുലയുടെ അച്ഛന്റെ വിയോഗം അറിയിച്ചുകൊണ്ട് പ്രവീൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഹൃദയാഘാതം മൂലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് പ്രവീൺ പറഞ്ഞിരുന്നത്. പലരും വിഷമത്തോടു കൂടിയാണ് കമന്റ് ചെയ്യുന്നത്. വിദേശത്ത് ജോലി നോക്കി വരികയായിരുന്നു മൃദുലയുടെ അച്ഛൻ. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് സെറ്റിൽഡ് ആയത്. ഇനി സ്വന്തം നാട്ടിൽ ഭാര്യയുടെയും മക്കളോടൊപ്പമൊക്കെ സന്തോഷമായി ജീവിക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ബാലമുരുകൻ വീട്ടിലേക്ക് എത്തിയത്. അതോടുകൂടിയാണ് പ്രവീൺ മൃദുലയുടെ വ്ളോഗുകളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ തന്റെ ഭാര്യയുടെ പിതാവിനെ പോലെയല്ല മൃദുലയുടെ അച്ഛനെ പ്രവീൺ കണ്ടത്. സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. ഇനി ആ കുടുംബത്തിന് പ്രവീൺ മാത്രമാണ് എല്ലാം. കാര്യം സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴും മൃദുലയുടെ അച്ഛനായിരുന്നു പ്രവീണിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ആ സ്നേഹം പ്രവീണിന് എപ്പോഴും ഉണ്ടായിരുന്നു. മരണാനന്തര ചടങ്ങിന് മൊത്തം ഒരു മകനെന്ന രീതിയിൽ എല്ലാ കർമ്മങ്ങളും പ്രവീൺ തന്നെയാണ് ചെയ്തിരുന്നത്. തന്റെ മകളെ നല്ലൊരു വ്യക്തിക്ക് തന്നെ കൈപിടിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിലാണ് ബാലമുരുകനും യാത്രയായത്. അതേസമയം പിണക്കങ്ങളെല്ലാം മറന്ന് ബാലമുരുകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രവീണിന്റെ വീട്ടുകാരും എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴല്ലോ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാം മറന്നുകൊണ്ട് പ്രവീണിന്റെ വീട്ടുകാർ എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിണക്കത്തിന് മുൻപ് ബാലമുരുകൻ പ്രവീണിന്റെ വീട്ടുകാരുമായി വളരെ നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു. പല വീഡിയോകളിലും തന്നെ നമുക്കത് കാണാവുന്നതുമാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് നാളുകൾ മാത്രമാണ് അദ്ദേഹം ബ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് മലയാളികളുടെ മനസ്സിലിടം നേടിയ ഒരു വ്യക്തിയാണ് ബാലമുരുകൻ. അത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിയിക്കുന്ന വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരാണ് അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ച് രംഗത്ത് വരുന്നത്.